അങ്ങനെ കായൽ കാറ്റും എല്ലാം ആസ്വദിച്ച് നടന്ന് സമയം പോയതറിഞ്ഞില്ല. ഇന്ന് വ്യത്യസ്തമായൊരു പായസമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്കായിട്ട്. അപ്പോൾ പായസമാണെങ്കിലും അട, കടല, ചെറുപരിപ്പ്, ഗോതമ്പ് ഇങ്ങനെ പോകുന്നു നമ്മുടെ പായസങ്ങളുടെ ഒരു പട്ടിക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം. അപ്പോൾ ഒരു ചെറിയ മാറ്റമാകാം. അപ്പോൾ ഇന്നത്തെ പായസം വളരെ വ്യത്യസ്തമായിരിക്കും. കാര്യം ഇത് ബ്രെഡ് കൊണ്ട് നമ്മൾ പായസം തയ്യാറാക്കാൻ പോകുന്നത്, ബ്രെഡ് പായസം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ കുറച്ച് എളുപ്പമാണ്. ഈ പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കായൽ കരയിൽ തന്നെ പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഞാൻ ശരിക്കും ഈ നാട്ടിൻ പുറത്തിന് എന്താ പറയണ്ടേ, നെഞ്ചിലേറ്റി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തുള്ള കുക്കിംഗ് എല്ലാം മതിയാക്കി. ഇനി പുറത്തേക്ക് ഇറങ്ങി ഇതെല്ലാം ഇങ്ങനെ എന്താ പറയുക, കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് തന്നെ പാചകം ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ടയർഡാവില്ല, ക്ഷീണം ഉണ്ടാവില്ല. അടുപ്പ് കത്തിച്ച ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് കുറച്ച് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഒരു ഇളം ബ്രൗൺ കളറാണ്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്, ഒരു സ്വർണ്ണ നിറം പോലെ ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഒരു കപ്പ് പഞ്ചസാര. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഈ അളവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 6 സ്ലൈസ് ബ്രെഡ്, 6 കഷ്ണം റൊട്ടി, അതിനെ ഇങ്ങനെ കൊച്ചു കഷ്ണങ്ങളാക്കി ഇങ്ങനെ കൈകൊണ്ട് തന്നെ മുറിച്ച് വെച്ചിരിക്കുവാണ്. ഇപ്പോൾ ദേ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് 1 കപ്പ്, ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര റിസർവിലാണ് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് പിന്നീട് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ ഉരുകി വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ഇത് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു പായസം തന്നെയാണ്. അപ്പോൾ ഈ പായസം ഈ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കാൻ, അതും നല്ലൊരു കാഴ്ചയാണ്. പായസം ഒരു സൈഡിൽ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മാത്രം. പക്ഷേ പഞ്ചസാര കരിയുന്നത് വരെ ഞാൻ എന്തായാലും, അതായത് ആ ഒരു ബ്രൗൺ കളറാകുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ശ്രദ്ധിക്കണം, അതിങ്ങനെ ബബിൾ ചെയ്ത് ഇങ്ങനെ ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് അപ്പോൾ നമ്മുടെ പഞ്ചസാര അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി, അതായത് ഒരു സ്വർണ്ണ നിറമായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഏതാണ്ട് ഒരു കപ്പോളം ചൂടുവെള്ളം. ചൂടുവെള്ളം ഒഴിച്ച് ഇനി ചൂടുവെള്ളവും ഈ എന്താ പറയുക മെൽറ്റഡ് ഇങ്ങനെ അലിഞ്ഞ ഒരു ബ്രൗൺ കളറായിട്ട് മാറിയ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് കുറുകിയ ഒരു പാകത്തിലേക്ക് വരണം. അപ്പോൾ ഒരു കാരമൽ സിറപ്പ് പോലെ അതാണ് നമുക്ക് വേണ്ടത്. ഇനി ആ ഒരു ഫോമിലേക്ക് ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മളൊരു കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി. പഞ്ചസാര ഒന്ന് അലിയിച്ചു, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അത് ഈ കരിച്ച പഞ്ചസാരയും കൂടി ചേർന്നിട്ട് ഒരു സിറപ്പ് പോലെ ആയിക്കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഒരു ഉരുളിയിലേക്ക്, കുറച്ചുകൂടി വലിയൊരു ഉരുളിയിലേക്ക് മാറ്റാൻ പോകാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്കാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ബ്രെഡിൻ്റെ പീസസ്. ഇതൊരു 6 സ്ലൈസ് ബ്രെഡ് ഞാനിങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കൊച്ചു കഷ്ണങ്ങളാക്കി വെച്ചതാണ്. നമ്മൾ ഈ കാരമൽ സിറപ്പിലേക്ക് ബ്രെഡിനെ ചേർക്കും. എന്നിട്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ പായസത്തിനൊക്കെ വറട്ടിയെടുക്കുന്ന പോലെ ഒന്ന് വറട്ടിയെടുക്കും. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് വറന്ന് ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞ് ഇതുപോലെ ആയിരിക്കില്ല, ഇതിങ്ങനെ പേസ്റ്റിയായി കുഴഞ്ഞ രൂപത്തിലേക്ക് മാറും. അതങ്ങനെ ടൈറ്റായി തുടങ്ങുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു. അപ്പോൾ സാധാരണ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതുപോലെയൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ ബ്രെഡാണ് ബേസ് എന്ന് മാത്രമേ ഉള്ളൂ. ബ്രെഡിനെ ഇങ്ങനെ വറുത്തിയെടുക്കാൻ പോകും. ബ്രെഡും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ, ഇത് കണ്ടു കഴിഞ്ഞാൽ ശർക്കരയാണെന്നല്ലേ തോന്നുന്നു, ശർക്കരയല്ല, കാരമലൈസ്ഡ് ഷുഗർ. പഞ്ചസാര കരിയിച്ചെടുത്തതാണ് ബ്രൗൺ ആക്കി. അതിലേക്ക് ഇനി കുറച്ച് ഇപ്പോൾ ടൈറ്റായി തുടങ്ങി. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് വീണ്ടും വറക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക, കടലപ്പുഴ, ചെറുപരിപ്പ് ഇതൊക്കെ വറുത്തിയെടുക്കുന്നത് എങ്ങനെയാണ്, അട, അതുപോലെ തന്നെ നമ്മൾ ബ്രെഡിനെ വറുക്കുന്നു. അത്രയും വ്യത്യാസം. അപ്പം ആ നെയ്യുടെ മണമൊക്കെ വന്നു തുടങ്ങി. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്കിപ്പോൾ എന്തായാലും നെയ്യ് ഒഴിച്ചു. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. അപ്പോൾ ഈ കൂട്ടത്തിൽ കിടന്ന് മൂത്ത് വരും. 50 or 100 ഗ്രാം നമുക്ക് ചേർക്കാം. ഞാൻ ഇന്ന് എന്തായാലും ഓണം കുറച്ച് കൂടുതലൊക്കെ ചേർക്കാൻ പോകാം. കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി അണ്ടിപ്പരിപ്പിനും കിസ്മിസിനും വേണ്ടിയിട്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് വരും.
അപ്പോൾ ഇതൊക്കെ ഒന്ന് പാകത്തിന് മൂത്തു നല്ലൊരു എന്താ പറയുക നല്ലൊരു മണമൊക്കെ വന്ന് കഴിയുമ്പോൾ ഇനി നമ്മൾ കുറച്ച് പാലെന്ന് പറയുമ്പോൾ പശുവും പാലാകാം, അതല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ കലക്കിയെടുത്തതുമാകാം, ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പശുവും പാലുണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയെടുക്കാം. പിന്നെ ഇത് തേങ്ങാപ്പാൽ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ കുറച്ച് പാല് ചേർക്കാം. പാലിങ്ങനെ കലക്കി ഇത് ഞാനിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പാൽപ്പൊടി കലക്കും. ഒരു 4 മുതൽ 6 കപ്പ് വരെ റെഡിയാക്കി വയ്ക്കുക. ഏതാണ്ട് 6 കപ്പോളം പാല് വേണ്ടി വരും. കാര്യം ഇത് ബ്രെഡ് ആയതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് ടൈറ്റായി വരും. അതായത് ഇത് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ കുറുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിനനുസരിച്ച് പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 6 കപ്പ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറുകി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ പാല് ചേർത്ത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാകം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ഇത് കാരമലൈസ് ചെയ്യാത്ത ഷുഗറാണ്, സാധാരണ പഞ്ചസാര പഞ്ചസാര നമ്മൾ അതിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കണം. പാല് ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് കഴിച്ച് കുറുക. പിന്നെ കട്ടയൊന്നും ഉണ്ടാവില്ല, കട്ടയെല്ലാം അടച്ച് നന്നായിട്ട് കഴിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പായസം ഉണ്ടാക്കുന്നതിനിടയിൽ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോവുകയാണ്. അപ്പോൾ പായസം അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിതിന് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമ്മുടെ കായൽ തണുപ്പുകളെല്ലാം കണ്ട് കായലിന് ചുറ്റുമുള്ള ഈ തെങ്ങും തോപ്പ് നോക്കൂ. ഈ തെങ്ങ് പക്ഷെ പാവം ഇത് നശിച്ചു പോയൊരു തെങ്ങാണ്. പക്ഷെ അതും ഒരു ഭംഗിയാണ്. നമ്മളുടെ ഈ ഒരു ഭംഗിയുള്ള ഒരു ആംബിയൻസ് ഇതും ഒരു അലങ്കാരം തന്നെയാണ്. അപ്പോൾ എൻ്റെ തൊട്ട് പിന്നിലേക്ക് നോക്കൂ, ഈ കായലിൽ വള്ളമൊക്കെ കിടക്കുന്ന കാഴ്ച. അപ്പോൾ വേണമെങ്കിൽ വള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞ് നടക്കാം. ഇതെല്ലാം കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഞാനിങ്ങനെ, പക്ഷേ എൻ്റെ പായസമൊന്നും കേടായി പോകുന്നില്ല. കാര്യം അത് തിളയ്ക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഞാൻ തിളയ്ക്കാനെടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഞാൻ അതിനിടയ്ക്കിടയ്ക്ക് ഈ കാഴ്ച, കാര്യം ഇതൊക്കെ ഇപ്പോഴല്ലേ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. ഇത് കൊണ്ട് നടക്കും. അപ്പോൾ ഞാൻ കാഴ്ചകളെല്ലാം കണ്ട് ഓടി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പം എന്താ അറിയോ, പായസം നല്ല കുറുകി തുടങ്ങിയിട്ടുണ്ട്. പാലൊക്കെ ഒഴിച്ചിങ്ങനെ തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയോ. ഇനി അവസാനം മിനുക്ക് പണിയാണ്. ലാസ്റ്റ് അവസാനം നമ്മൾ ചേർക്കാം 1 ടിൻ മിൽക്ക് മെയ്ഡ്, കണ്ടൻസ് മിൽക്ക് 1 ടിൻ. ആവശ്യത്തിന് മധുരമുണ്ട് എങ്കിലും ഇതൊരു കുറച്ചുകൂടി ആ പായസത്തിന് എന്താ പറയുക, കുറച്ചുകൂടെ സമ്പന്നമാക്കുന്നതെന്ന് പറയാം. നല്ല സ്വാദാണ്. ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാണ്ട് തന്നെ നല്ല സ്വാദായിരിക്കും. എന്നാൽ മിൽക്ക് ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് അടയ്ക്കുക. മിൽക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ചു. പിന്നെ ഈ ഒരു പായസം ഇരിക്കുന്നതോറും കുറുകുകയാണെങ്കിൽ, ഇച്ചിരി കുറുകുകയാണെങ്കിലും ചൂട് പാലൊഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ്, അത് പശുവും പാലൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാൻ മതി. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ എന്ത് കിട്ടുമെന്ന് തോന്നിയാൽ അതെന്താണ് ഉള്ളതെന്ന് നമുക്കിപ്പോൾ തോന്നും. അപ്പോൾ തോന്നും ഇത് ഇടയ്ക്കിടയ്ക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ കടിക്കാൻ കിട്ടും. പിന്നെ ഇത് ബ്രെഡ് പായസമാണെന്ന് ആരും പറയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡിൻ്റെ പീസസ് ഒന്നും ഞാൻ പിന്നെ പ്രത്യേകിച്ച് ക്യൂബ്സായിട്ട് ക്രോട്ടൻസ് പോലെ വറുത്ത് ചേർക്കാൻ പോകും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെഡിൻ്റെ ക്യൂബ്സ് ഉണ്ടാക്കിയിട്ട് അത് നെയ്യിൽ വറുത്ത് കോരി നല്ല ക്രിസ്പിയായിട്ട് കരികരിപ്പായിട്ട് വറുത്ത് കോരി ഏറ്റവും അവസാനം അലങ്കാരം പോലെ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കാൻ പറ്റും. പക്ഷേ അന്നേരം മനസ്സിലാവും ഇത് ബ്രെഡിൻ്റെ എന്തോ പായസമാണ്. പക്ഷേ അത് ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഇത് ബ്രെഡ് പായസമാണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. പെട്ടെന്നൊന്നല്ല, ഒരിക്കലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവുകയില്ല. ഇനി അവസാനത്തെ കാര്യം, മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് പിന്നെ തിളയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഇനി വേണ്ടത് ഏലക്കാപ്പൊടി. ഒരു പായസം എന്ന് പറഞ്ഞാൽ ഒരു ഏലക്കയുടെ മണം വേണ്ട. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇപ്പോൾ ശരിക്കും പായസത്തിൻ്റെ മണം വന്നു തുടങ്ങി. ബ്രെഡ് പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വേറെ ഒന്നുമില്ല, കഴിച്ചാൽ മാത്രമേ